നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാട്ടിത്തരാമെന്ന് വെച്ചു കേട്ടോ. നിങ്ങൾ ഡിഫറൻസ് നോക്കണേ. നോക്ക്, ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടോ ഫേസ്. കണ്ടില്ലേ? ഇതൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ ഭയങ്കര ബ്രൈറ്റ്നെസ് തോന്നും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇതെന്താ ഞാൻ അപ്ലൈ ചെയ്തതെന്ന്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇൻട്രോയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സെയിം പാക്കാട്ടോ ഞാനിപ്പോൾ കാട്ടിത്തരാൻ പോണേ. വളരെ സിമ്പിളാണ്. എനിക്കാണെങ്കിൽ മുഖത്ത് ഭയങ്കര ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ. അപ്പോൾ ഈ സംഭവം തേച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ്, ആകെ രണ്ടേ അത് വീട്ടിലില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. എനിക്ക് അത്രയും ഷുവറായിട്ട് പറയാം. ഈ സംഭവം ഇല്ലാത്ത ഒരാളും വീട്ടിലുണ്ടാവില്ല. ഇല്ലെങ്കിൽ വല്ല നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിരിക്കണം എന്ന് പറയണത്. മിക്ക വീട്ടിലും നമ്മൾ ഇവിടെ നാട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണ വെറും ആകെ രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് ഫേസ് ഒരു പെട്ടെന്നായിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് പോലെ തോന്നി. അത് മാത്രമല്ല, ഇപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മുഖമൊക്കെ ഇങ്ങനെ ഇരുണ്ട് വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം അപ്ലൈ ചെയ്തപ്പോഴാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾക്ക് പോയി ഞാൻ മറന്നിരിക്കായിരുന്നു. പെട്ടെന്നാണ് ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി കേട്ടോ. അതാണ്, അന്നും നല്ല അടിപൊളിയായിരുന്നു അന്നും, ബട്ട് പ്രഗ്നൻസി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഡൗട്ടാണ് ഇനി പ്രഗ്നൻസി ടൈമിൽ ഇപ്പോൾ ഫേസൊക്കെ ഡള്ളായിരിക്കുന്ന സമയത്ത് ചെയ്ത് വർക്കാവും. ബട്ട് ഒരു മാറ്റമുള്ള അടിപൊളിയായിട്ട് നമുക്ക് വന്നു കേട്ടോ. ഇപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ ഇവിടെ വീഡിയോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആകെ രണ്ടേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. വെറും നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ചോറുണ്ടല്ലോ, വെള്ളച്ചോറ്, അതും പിന്നെ കഞ്ഞി വെള്ളം കേട്ടോ. അപ്പോൾ ഈ കഞ്ഞി വെള്ളം എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ രണ്ടും നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കാൻ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാവേ എങ്ങനെ ചെയ്യണേന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണ്ടേ അത്രയ്ക്ക് എടുക്കാം. ഞാൻ ഇവിടെ വളരെ കുറച്ചാണ് എടുക്കണേ. അതിലൊപ്പം തന്നെ കുറച്ച് കഞ്ഞിവെള്ളം വളരെ ലൂസായിട്ടുള്ള കേട്ടോ, കട്ടിയായിട്ടുള്ളതല്ല. ഇത് രണ്ടും കൂടിയിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ ഫൈനായിട്ട് പേസ്റ്റ് ആക്കാൻ പോവാം കേട്ടോ. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ, നമ്മൾ ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചിലർ ചോറിൽ ഉപ്പിടുമല്ലോ, ഉപ്പൊന്നും പാടില്ല. ഉപ്പില്ലാത്ത ചോറും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് സംഭവം വേണ്ടേ. അപ്പോൾ എനിക്ക് ആകെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിപ്പോൾ പ്രൊഡക്ട്സ് ആണെങ്കിലും ഇതിപ്പോൾ ഹോം മെയ്ഡ് അല്ല, ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ യൂട്യൂബിൽ കാണുന്നതാണെങ്കിലും എവിടെ എന്ത് സംഭവങ്ങളും ഇപ്പോൾ കാണുകയാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ആ സംഭവം കുറച്ച് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ കയ്യുമേ എവിടെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തൊക്കെ ഒന്ന് നിങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് എന്തെങ്കിലും വല്ല പിമ്പിൾസ് അലർജിക് റിയാക്ഷൻ ഉണ്ടെന്ന് ഇപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കൂടിയും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലവർക്ക് ചില കാര്യങ്ങളൊന്നും ഫേസിൽ പറ്റില്ല. ചിലവർക്ക് തൈര് പറ്റില്ല, ചിലവർക്ക് തേൻ പറ്റില്ല, തക്കാളി തീരെ ഫേസിൽ പറ്റില്ല. ചുണ്ടുമൊക്കെ കുഴപ്പമില്ല, ഫേസിൽ തക്കാളി അങ്ങനെ പറ്റില്ല എനിക്ക് ഫേസിന്. തേൻ എനിക്ക് ഫേസിന് പറ്റില്ല. എൻ്റെ ഓയിലി സ്കിന്നാട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് സ്കിന്നിന് പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ വെക്കാം കേട്ടോ ക്യാമറ. എന്നിട്ട് ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് കാട്ടിത്തരാം. അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ മുടിയൊക്കെ നന്നായി ഒതുക്കി വെച്ച് ഇതാക്കിയതിന് ശേഷം മുഖത്ത് ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും പാടില്ല കേട്ടോ. മുഖത്ത് ഒരു സംഭവവും പാടില്ല. അപ്പം ഞാൻ തന്നെ മുഖത്തൊന്നും ഇട്ടിട്ടില്ല, പ്ലെയിനായിട്ട് ഇരിക്കണേ. ലിപ്സ്റ്റിക്ക് മാത്രമുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ ഒരു സംഭവം തേച്ചിട്ടില്ല. അപ്പോൾ മുഖം നന്നായി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടവലുകൊണ്ട് ഇങ്ങനെ പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മളിതിൽ
ചോറും വെള്ളച്ചോറും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കേട്ടോ, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളമാണ് എടുത്തത്. ഇതാണെങ്കിൽ നല്ല എഫക്റ്റീവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറക്കരുത്, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ചെവിയുടെ ബാക്കിലൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതാണെങ്കിൽ നമുക്ക് എക്സ്പെൻസീവ് അല്ല, ഒന്നുമല്ല, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ. ഇപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്യണവർക്ക് അപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അപ്ലൈ ചെയ്യണവർക്ക് അപ്ലൈ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പും സ്കിന്നൊക്കെ നോക്കിയതിന് ശേഷം കേട്ടോ. ഞാനിത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെയാണ് അപ്ലൈ ചെയ്യാറ്. പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ ഞാൻ ഹോം റെമഡിയാണ്. ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ കേട്ടോ, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെയാണ് ഓരോന്ന് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ നന്നായി എങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ. കാണണ്ടോ അറിയില്ല, ഞാൻ അടിയിൽ ഇരിക്കായിരുന്നു കേട്ടോ. നന്നായി ഇങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ബോഡിയിലും തേക്കാം കേട്ടോ, മേത്തും കൈമയും കാലുമയും ഒക്കെ തേക്കാൻ നല്ലതാണ്. നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കഴുത്തിലും അപ്ലൈ ചെയ്യുക. ഒരു കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന്. നെറ്റിമേം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ 30K ഫാമിലി ആയിക്കണം കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്, എൻ്റെ ഫോളോവേഴ്സിനും എൻ്റെ ഫാമിലിന്ന് പറയാൻ ഇഷ്ടം കേട്ടോ. എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് കുറേ കുട്ടികൾ കമൻറ്റ് ഇടാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സൗണ്ട് നല്ലതാ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇടാറുണ്ട്. വളരെ സന്തോഷം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടണ കുറേ പേരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മൾ ഫുള്ള് ഇടാം കേട്ടോ. ഒരു മിനിറ്റ്, ഈ കൈ 2 കൈ കൊണ്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നൊരു ഫേഷ്യൽ പോലെ നമുക്കിങ്ങനെ മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഫേസിനും ഒരു ഗ്ലോ പോലെ കിട്ടും. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് എന്നൊക്കെ പറയില്ലേ, അതാട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതല്ല, അപ്പോൾ അപ്ലൈ ചെയ്യണ സമയത്ത് ഇത്തിരി മെനക്കെട്ടിട്ടാണെങ്കിലും ഒന്ന് ഫേസിൽ എല്ലായിടത്തും ഇങ്ങനെ മേത്തൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ നോക്കാം കേട്ടോ. ഇവിടെ പുരികത്തുമ്മയും ഒന്നും നമ്മൾ അധികം ആക്കാൻ നിൽക്കണ്ട കേട്ടോ. പുരികത്തുമ്മയും മുടിയുമ്മയും ഒന്നും. ഇതിൽ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ണിൻ്റെ മേലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ കേട്ടോ. എല്ലായിടത്തും ഈവൺലി ഇത് അപ്ലൈ ചെയ്തേക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ, അത് മറക്കരുത്. ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെ ആവാനും പാടില്ല, ഭയങ്കരമായിട്ട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കണ്ട കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഞാൻ കൈമയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ടിൻ്റെ അവിടെയൊക്കെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോഡിയിലും എല്ലായിടത്തും നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള നമ്മൾ ഈ അരിയും ചോറും, അരിയല്ല ചോറും കഞ്ഞിവെള്ളം ഉള്ളത് കൈമയും കൂടിയും ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു എന്താ പറയുക, അടിപൊളി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാട്ടിത്തരണേ. ഫുള്ള് മുട്ടിൻ്റെ അവിടെ, കാലിൻ്റെ മുട്ടിൻ്റെ അവിടെയും അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, നെക്കുമ്മയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊരു ഉണങ്ങണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഫുള്ള് ഫേസ് ഉണങ്ങി കേട്ടോ. ഇനി ഞാൻ കണ്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് കേട്ടോ. എനിക്ക് പറഞ്ഞ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, ബട്ട് ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിട്ട് തോന്നിട്ടോ ഫേസ്. അപ്പോൾ അത് ഞാൻ ഫേസും കയ്യും ഇതൊക്കെ ഫുള്ള് കഴുകിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഫുള്ള് കാട്ടിത്തരാം. അപ്പോൾ ഇത് ഞാൻ ഫേസൊക്കെ നന്നായി കഴുകിയത് കയ്യൊക്കെ കണ്ടില്ല, നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലേന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.